Hello my dears, welcome back to my channel Goddess of Infinity. അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഹെയർ കണ്ടീഷണർ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപായിട്ട് പുതുതായിട്ട് ഈ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അലോവേര ലീഫ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ലീഫാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടീഷണർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലും അതുപോലെ അലോവേരയുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു മഞ്ഞ കളറിലുള്ളൊരു ഫ്ലൂയിഡ് ഉണ്ട് ഈ അലോവേരയിൽ. ഈ യെല്ലോ ഫ്ലൂയിഡ് നമ്മുടെ സ്കിന്നിൽ ഇച്ചിനെസ് ഒക്കെ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം ഇതൊന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ അലോവേര ഇങ്ങനെ കുറച്ച് നേരം വെക്കുകയാണ് ഇതിൻ്റെ യെല്ലോ ഫ്ലൂയിഡ് മാറാനായിട്ട്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന കോക്കനട്ട് മിൽക്ക് നമ്മുടെ സ്കാൽപ്പിലെ ഇൻഫ്ലമേഷൻസ് തടയുകയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാൻഡ്രഫ് കുറയാനും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും മുടി കൊഴിച്ചിൽ മാറാനും സ്പ്ലിറ്റ് എൻഡ്സ് കുറയാനും എല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷണർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ അതുപോലെ നമ്മുടെ അലോവേരയാണ്. അപ്പോൾ അലോവേര ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. തേങ്ങയുടെ പാലും എടുക്കണം. മാക്സിമം വെള്ളം ഉപയോഗിക്കാതെ വേണം നമ്മളിത് പാലാക്കി എടുക്കാനായിട്ട്. അപ്പം ഞാനിവിടെ നമ്മുടെ അരമുറി തേങ്ങ ചിരകിയതിൻ്റെ പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാക്സിമം ഞാൻ വെള്ളം ഒഴിവാക്കിയിട്ട് തന്നെയാണ് ജ്യൂസാക്കി എടുത്തത്. അതിനുശേഷം ഞാൻ ഒരു സ്പൂൺ ഓഫ് അലോവേര ജ്യൂസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഈ ഒരു മിക്സ്ചർ നമ്മൾ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ്. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. ഫ്രീസറിൽ തന്നെ വെക്കണമെന്നില്ല, ഫ്രീസറിൽ വെച്ചെന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിതൊരു ഫ്രീസറിലാണ് വെച്ചത്. അപ്പോൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കണ്ടീഷണർ ക്രീമായിട്ടും അതുപോലെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്ന വാട്ടറും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഈ അലോവേര നമ്മുടെ ഹെയർ റൂട്ട്സിനെ സ്ട്രെങ്ത് ചെയ്യുകയും അതുപോലെ ഹെയർ റീഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു കോക്കനട്ട് മിൽക്ക് നമ്മുടെ മുടിക്ക് നല്ല ഷൈനും അതുപോലെ നല്ല സ്ട്രെങ്ത്തും ഒക്കെ തരും. അതുപോലെ നമ്മുടെ കേളി ഹെയർ ആണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ ആ കേൾസ് ഒന്ന് മാറാനായിട്ടും ഈ കോക്കനട്ട് മിൽക്ക് ഡെയിലി യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ കെമിക്കൽ കണ്ടീഷണേഴ്സിൻ്റെ ഒരു ഹാംഫുൾ നമുക്ക് ഈ ഒരു കണ്ടീഷണറിൽ ഉണ്ടാവില്ല. അപ്പോൾ ആഫ്റ്റർ ഷാംപൂവിങ്ങോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുൻപോ ഒക്കെ കണ്ടീഷണർ പുറമേ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹെയർ ക്രീമായിട്ട് വരെ നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്. കെമിക്കൽസിനെ മാക്സിമം നമ്മുടെ മുടിയിൽ നിന്നും ഒഴിവാക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ ഹെയർ കെയർ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്ത ദിവസം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.